ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷത, നമ്മൾ ഏറ്റവും നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും വലിയ സംഗതിക്കും ഏറ്റവും ചെറിയ സംഗതിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്ന ഏറ്റവും ആദ്യത്തെ വികാരമാണ് ആശങ്ക, ടെൻഷൻ, വിചാരം. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. പ്രധാനമായിട്ടും ഇത് സ്ത്രീകളിൽ കുറച്ചധികമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നാണ് സൈക്കോളജി പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയോട് യേശു പറയുന്ന ഒരു വാക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചിന്തനീയമാണ്. ലൂക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം 41-42 വാക്യങ്ങളിൽ യേശു വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഇളയ സഹോദരിയാണെന്ന് ഞാനങ്ങ് കരുതുന്നു. അവളോട് പറയുന്ന ഒരു വാക്ക്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. യേശു അവളോട് പറയുന്ന വാക്ക് നോക്കും, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ആൾക്കാർ, ഭാര്യമാർ, അല്ലേ, സഹോദരിമാർ. ജീവിതത്തിൽ ഏത് വിഷയം വന്നിരുന്നാലും അത് വലിപ്പ ചെറുപ്പമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാ വിഷയങ്ങൾക്കും കയറി ആവലാതിപ്പെടുന്ന അമ്മമാരെ നമുക്ക് കാണാനായിട്ട് കഴിയും, സഹോദരിമാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പുരുഷന്മാർക്ക് ആശങ്കകളില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. നിശ്ചയമായിട്ടും ചിലരൊക്കെ സ്ത്രീകളെക്കാൾ അധികം ആശങ്കപ്പെടുന്ന പുരുഷന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു ഇവളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. നീ പലതിനെ ചൊല്ലും വിചാരപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് വിചാരപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലും മതി എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ വിചാരപ്പെടുന്നത്, 1000 വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിചാരപ്പെടുന്നത്. ജീവിതത്തിൽ വിചാരപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. എല്ലാ ദിവസങ്ങളിലും എല്ലാ മണിക്കൂറുകളിലും വന്നു കയറുന്ന ഒരു സംഗതിയാണ് വിചാരം. അടുത്ത നിമിഷം എങ്ങനെയാണ്, അടുത്ത സംഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആവലാതി എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ്. യേശു അതിനൊരു സൊല്യൂഷൻ പറയുകയാണ്. എന്താ യേശു പറയുന്ന സൊല്യൂഷൻ എന്നറിയാമോ? അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി എന്നാണ് യേശു പറയുന്നത്. ആ അല്പം എന്താണ്, അല്ല ആ ഒന്നെന്താണ്? മറിയയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് യേശു പറയുകയാണ്, അവളെ നോക്കൂ, അവളിൽ ആ ഒരു സംഗതിയുണ്ട്, അത് അവളിൽ നിന്ന് ആരും അപകരിച്ച് കളയത്തില്ല. അവളിലുള്ള സംഗതി എന്തായിരുന്നു? യേശു ആ വീട്ടിൽ പോകുമ്പോഴത്തേക്കും മാർത്തേക്കാൾ ഉപരി യേശുവിൻ്റെ അടുക്കൽ പോയി ഇരിക്കാൻ ഉത്സാഹം കാണിച്ചിരുന്ന ഒരാളായിരുന്നു മറിയ. അവളിൽ കണ്ട ആ സ്വഭാവത്തെ മാർത്തയ്ക്ക് യേശു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ആ സംഗതി നിന്നിലും ഉണ്ടാകണം. ഏത് സംഗതി? ഏതൊരു സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ അടുക്കൽ പോയി പറയാനുള്ള ഒരു മനോഭാവം, ഒരു മനോനിലവാരം, ആ ഒന്ന്, ആ അല്പം, അത് നിന്നിലുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ വിചാരങ്ങളിൽ നിന്ന് നിനക്ക് ഒഴിവായിരിക്കാനായിട്ട് കഴിയും. നമ്മൾ വിചാരങ്ങൾ വരുമ്പോൾ ഏറ്റവും ആദ്യം പോയി പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ്. നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പെരുകി വരുമ്പോഴത്തേക്കും, ടെൻഷൻ ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫോൺ എടുത്തു വെച്ചോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെ പോയി പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന വസ്തുത കർത്താവിൻ്റെ അടുക്കൽ പോയി ഇരുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യരുടെ അടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനകത്തൊരു പരിഹാരമുണ്ടാകാനായിട്ട് പോകുന്നില്ല. ഏത് മനുഷ്യനാണ് നിങ്ങളുടെ വിചാരങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തി തന്നിട്ടുള്ളത്? പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ പോയി പറയാനായിട്ട് താല്പര്യപ്പെടണം. മറിയയിൽ കണ്ട ആ സ്വഭാവത്തെ യേശു മാർത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിൻ്റെ സഹോദരിയായിരിക്കുന്ന ഈ മറിയ, അവളിൽ നിന്ന് ആ നല്ല അംശത്തെ ആർക്കും എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ വിചാരപ്പെടുന്നവരോട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, കർത്താവിൻ്റെ അടുക്കൽ പോയി കാര്യങ്ങൾ പറയാൻ മടിക്കരുത്. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഇടയിൽ കേൾവിക്കാരായിരിക്കുന്ന ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മളോട് കർത്താവ് ചോദിക്കുന്നു, നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് ഒരു മുഴം കൂട്ടാൻ, നമ്മുടെ ഉയരത്തിൽ ഒരു മുഴം കൂട്ടാനോ ഉയരത്തിൽ ഒരു മുഴം താഴ്ത്താനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ വർദ്ധിക്കുകയോ ഒന്നും തന്നെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ വിചാരപ്പെടുന്നത് കൊണ്ട് സംഗതികളെല്ലാം നേരെ ആകാനായിട്ട് പോകുന്നില്ല. പക്ഷേ അത് നേരെ ആക്കാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ അടുക്കലുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കിടന്നുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ വണ്ണം ഉയരം കുറഞ്ഞ ആ കാരാഗ്രഹ ഗുഹയ്ക്കകത്ത് കിടന്നുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. മക്കളെക്കുറിച്ചുള്ള ആശങ്ക ജീവിതത്തിലുണ്ട് അല്ലേ? ഭാവി എങ്ങനെയായിരിക്കുമെന്നുള്ള ആശങ്ക നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലേ? ഇനി അടുത്ത
നടപടി എങ്ങനെയായിരിക്കുമെന്നുള്ള ആശങ്ക നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ കടം എങ്ങനെ തീർക്കുമെന്നുള്ള ആശങ്ക നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലേ? കർത്താവ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ചും വിചാരമില്ലാതെ ഇങ്ങനെ നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ വാക്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുക എന്നുള്ള ആശയത്തിലല്ല ആ വാക്യം അവിടെ പറയുന്നത്. വിചാരപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. കർത്താവിനോട് ഈ കാര്യം പറയാൻ മടിക്കരുത്. കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങളെ സഹായിക്കും. നമ്മൾ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്, കർത്താവ് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ മിക്കവാറും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ വാക്യത്തിന് ശേഷം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന വാക്യം നമ്മൾ കാണാതെ പോകാറുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളണം. കർത്താവ് ഉയർത്തുമെന്നുള്ളത് സത്യം തന്നെയാണ്. കർത്താവ് ഈ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ കടബാധ്യതകൾ മാറുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്നനുഭവിക്കുന്ന എല്ലാ വ്യാകുലതകൾക്കും പരിഹാരമുണ്ടാകുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ കാര്യം നടക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. നിങ്ങളെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ ഇന്ന് ചിന്താഭാരത്തിൽ ആഴ്ത്തുന്ന, നിങ്ങളെ വല്ലാതെ എന്താ പറയുന്നത്, നിങ്ങളുടെ BP കൂട്ടുന്ന സംഗതികൾ അത് കർത്താവിൻ്റെ കൈകളിലിട്ട് കൊടുക്കണം. കർത്താവിനോട് ആ കാര്യങ്ങൾ പറയണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു നോക്കൂ. നിശ്ചയമായിട്ടും ആ യേശു നിങ്ങളെ സഹായിക്കും. ഇന്ന് രാവിലെ ഈ വചനം കൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു. വളരെയധികം ടെൻഷൻ അടിച്ച് നടക്കുന്ന, BP കൂട്ടി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്ക്. കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളെ വിടുവിക്കാൻ മതിയായവനാണ്. മാർത്തയോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയുമാണ് ഇരിക്കുന്നത്. പക്ഷേ ഒന്ന് മതി, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ആ ഒന്ന് കർത്താവിൻ്റെ അടുക്കൽ പോയി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതിന് നമുക്ക് തയ്യാറാകാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.